സൗദി അറേബ്യയിൽ വന്നതിന് ശേഷമാണ് ഞാൻ പേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. പ്രവാസിയായിട്ട് ഞാൻ പലതും അനുഭവിച്ച കൂട്ടത്തിലാണ് പേഴ്സ് നഷ്ടപ്പെട്ടവന്റെ വേദന കൂടി പടച്ചോൻ കാണിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് പേഴ്സ് നഷ്ടമായത്. 14 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് പേഴ്സ് നഷ്ടമാണത്. യാത്രയിൽ എൻ്റെ ഹൃദയമിടിപ്പും താളവും എൻ്റെ വിയർപ്പും എൻ്റെ ഓരോന്നും കേട്ട് വളർന്ന എൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായിരുന്നു. എനിക്ക് 100 പേഴ്സ് വാങ്ങാൻ പറ്റും, പക്ഷെ അത് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും റിപ്പോർട്ട് ചെയ്തില്ല, കമ്പനിയിൽ പോയിട്ട് ഇഖാമ പോയി എന്ന് പറഞ്ഞില്ല. ഇഖാമ ലൈസൻസ്, ബാങ്കിന്റെ കാർഡ്, കമ്പനി ആക്സസ് കാർഡുകളൊക്കെ ഉള്ളത്. ഒരിക്കലും ബാങ്കിലേക്ക് വിളിച്ചിട്ട് ATM ബ്ലോക്ക് ചെയ്തില്ല. കാരണം എനിക്ക് അത്രയും കോൺഫിഡൻ്റ് ആണ്, ആത്മവിശ്വാസമാണ്. എനിക്ക് അത്ര ഹൃദയത്തിൽ നിന്നുള്ള ബന്ധമാണ്, ആഴത്തിലുള്ള ബന്ധമാണ് ആ പേഴ്സിനായിട്ട്. അങ്ങനെ ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് വേറെ വാങ്ങാൻ പറ്റില്ല. ഒരു ദിവസം വൈകിയാലും മൻസൂർ എൻ്റെ പേഴ്സ് ഇവിടെ കിട്ടിയിരിക്കണമെന്നുള്ള കോള് വരുമെന്നുള്ള പ്രതീക്ഷയിലുള്ളത്. എൻ്റെ വേദന, എൻ്റെ തേങ്ങൽ ഞാൻ ആരോടും ഷെയർ ചെയ്തില്ല. കാരണം വാട്സപ്പ് ഗ്രൂപ്പിലോ സുഹൃത്തുക്കളോടോ ഒരു റൂംമേറ്റ്സിനോടോ ആരോടും പറഞ്ഞില്ല. എൻ്റെ മാത്രം തെറ്റാണ്. 14 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ പേഴ്സ് നഷ്ടമാണത്. പേഴ്സ്, ചാവി, ഈ ഒരു മൊബൈല് എവിടെയും മറന്നു വെക്കാറില്ല ഞാൻ. പക്ഷെ എനിക്ക് ഭയങ്കര, അത് നഷ്ടപ്പെട്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അത് ഒരിക്കലും നിങ്ങൾക്ക് ഒരു വീഡിയോ പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് എൻ്റെ പേഴ്സ്, ഞാനൊരു ദിവസം ഏറ്റവും കൂടുതൽ തപ്പി നോക്കണത്, തടവി നോക്കണതും ഈ പേഴ്സിലാണ്. അതിലൊരു കോൺഫിഡൻ്റ് ആണ്, എൻ്റെ ഒരു സ്വകാര്യതയാണ് എൻ്റെ പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മാഷാ അല്ലാ, ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു ദിവസം വൈകിയാലും മൻസൂർ എന്നെ തേടി എൻ്റെ പേഴ്സ് വരുമെന്നുള്ള ആ ഒരു സംഭവം. കോള് വന്ന ആൾ വിളിച്ച് നമ്പർ എടുത്ത് വിളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്ത് ഏൽപ്പിച്ചിക്കണമെന്ന് പറഞ്ഞു. മാഷാ അല്ലാ, പടച്ചോ അദ്ദേഹത്തിന് പടച്ചോ ദീർഘായുസ് കൊടുക്കട്ടെ. റമദാൻ മാസപ്പിറവ് കണ്ടപ്പോഴും എൻ്റെ ഉള്ളിൽ തീയായിരുന്നു. ഞാൻ ഹാപ്പി ആയിരുന്നില്ല, ഇപ്പൊ ഹാപ്പിയാണ്. ഞാനത് വാങ്ങാൻ പോകട്ടോ. എല്ലാവരും പേഴ്സൊക്കെ ശ്രദ്ധിക്കുക.